Welcome dear students. Today we are going to learn about observational method. It is an important method which is used in psychology and social sciences. Observational method is one method of collecting data by watching a participant and recording relevant behavior for further analysis. നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ആയിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒബ്സർവ് ചെയ്യുന്ന പാർട്ടിസിപ്പൻറ്റിൻ്റെ ഇവൻറ്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ആ റിലവൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെ ഫർദർ അനാലിസിസിന് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഓഫ് കളക്ടിങ് ഡേറ്റയാണ് നമ്മൾ ഒബ്സർവേഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ എക്സ്പെറിമെൻ്റൽ ആൻഡ് നോൺ എക്സ്പെറിമെൻ്റൽ സ്റ്റഡീസ്. എക്സ്പെറിമെൻ്റൽ നോൺ എക്സ്പെറിമെൻ്റൽ സ്റ്റഡീസിലെല്ലാം തന്നെ നമ്മൾ ബിഹേവിയറിനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റഡി ചെയ്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഒബ്സർവേഷണൽ മെത്തേഡ് ഇസ് എ ടെക്നിക് where one observes the participants' ongoing behavior and phenomena in the most natural settings, and this is done purposefully and deliberately. അതായത് ഒരാളുടെ നാച്ചുറൽ സെറ്റിങ്സിൽ അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്നും ആൻഡ് ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്ന ബിഹേവിയർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പേർപ്പസ്ഫുള്ളി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. And in some situations it is also used in artificial settings. ചില സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സെറ്റിങ്സിലും നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇൻ സച്ച് സിറ്റുവേഷൻസ് വി ഒബ്സർവ് വാട്ട് ചോയ്സസ് ഓർ വാട്ട് റിയാക്ഷൻസ് ദ റെസ്പോണ്ടൻസ് ഷോ ഇൻ എ പർട്ടിക്കുലർ കേസ്. അപ്പം ആ ഒരു ഒബ്സർവേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പാർട്ടിസിപ്പൻസ് എന്ത് ചോയ്സസ് മേക്ക് ചെയ്യുന്നെന്നും അതുപോലെ ഒരു സിറ്റുവേഷനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നും ഒക്കെ ആയിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. മെയിൻലി അവരുടെ ബിഹേവിയറാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഡേറ്റ കളക്റ്റഡ് മേ ബി ക്വാളിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാണ്ടിറ്റേറ്റീവ് ഓർ ബോത്ത്. ഒബ്സർവേഷൻ മെത്തേഡിൽ നമ്മൾ ഒബ്സർവേഷൻ ഷെഡ്യൂൾ യൂസ് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ അത് ക്വാളിറ്റേറ്റീവ് ആകാം അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആകാം. ആൻഡ് ഈവൻ ഇൻ ബോത്ത് ടേംസ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് എന്നുള്ള അല്ലെങ്കിൽ ഒരു നമ്പർ യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരാളുടെ ഒരു ബിഹേവിയർ ഒബ്സർവ് ചെയ്യുമ്പോൾ അയാൾ എത്ര പ്രാവശ്യം ദേഷ്യപ്പെട്ടു, എത്ര പ്രാവശ്യം ചിരിച്ചു, ഇങ്ങനെയുള്ള നമ്പർ, ആ ഒരു ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവായി. പക്ഷെ നമ്മൾ അയാളുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്തിട്ട് അയാൾ ദേഷ്യപ്പെട്ടപ്പോൾ അയാളുടെ ഫേസ് എക്സ്പ്രഷൻ എന്തായിരുന്നു, അയാൾ എങ്ങനെ ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ അയാളുടെ ഹാപ്പി ആയിരുന്നപ്പോൾ എന്തായിരുന്നു എന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുവാണെങ്കിൽ ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ്. ചില സാഹചര്യത്തിൽ നമ്മൾ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ആൽബർട്ട് ബണ്ടൂറ is credited as the person to carry out social psychological research in the area of observational learning. So ആദ്യമായിട്ട് സോഷ്യൽ സൈക്കോളജിക്കൽ റിസർച്ചിൽ ഒബ്സർവേഷണൽ ലേണിംഗ് കുറിച്ച് സ്റ്റഡി ചെയ്ത വ്യക്തി ആൽബർട്ട് ബണ്ടൂറ ആയിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ സൈക്കോളജിക്കൽ എൻക്വയറി. സൈക്കോളജിക്കൽ റിസർച്ചിൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സ്റ്റഡീസിൽ ഒബ്സർവേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. Next we'll see the stages of observation. Stages of observation are selection, recording, analysis and interpretation. നോർമലി ഏതൊരു സയൻറ്റിഫിക് സ്റ്റഡിയിലും പറയുന്ന സ്റ്റെപ്സ് തന്നെയാണ്. ഇവിടെ സെലക്ഷൻ എന്നൊരു അഡീഷണൽ സ്റ്റെപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ ഒബ്സർവ് ചെയ്യുന്നു, ഹൂ വിൽ ബി യുവർ പാർട്ടിസിപ്പൻസ് ഓർ ഹൗ വിൽ യു ഒബ്സർവ് ഇറ്റ് എന്നുള്ള ആ ഒരു എൻവയൺമെൻറ്റ് ഓഫ് ഒബ്സർവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതാണ് സെലക്ഷൻ എന്നുള്ളത്. Then you actually conduct the observation and record your data and analyze it and finally interpret it. Next is the different types of observation. ഒബ്സർവേഷന് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ആൻഡ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ ഓർ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. കൺട്രോൾഡ് ഒബ്സർവേഷൻ മീൻസ് നമ്മളൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്നതിനെയാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, വെൻ എക്സ്പെറിമെൻറ്റ്സ് ആർ കണ്ടക്റ്റഡ് ഇൻ സൈക്കോളജിക്കൽ ലാബ്സ് യു കണ്ടക്ട് ഒബ്സർവേഷൻ, ഇറ്റ് ഈസ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. അവിടെ ആ പാർട്ടിസിപ്പൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് അവരുടെ ലൊക്കേഷൻ, അവരുടെ എൻവയൺമെൻറ്റ്, അവരുടെ ടൈം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ റിസർച്ചറിന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും.
while naturalistic observation എന്ന് പറയുമ്പോഴത്തേക്ക് it is carried out in a natural environment in which the participant behaves and you observe his natural behavior എന്നുള്ളതാണ്. നാച്ചുറൽ ആയിട്ടുള്ളൊരു ബിഹേവിയർ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഈ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ ഒരു ക്ലാസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ദ സ്റ്റഡി കണ്ടക്റ്റഡ് ബൈ ജെയിൻ ഗോഡൽസ്. A study conducted by Jane Goodall, a famous researcher who conducted study on chimpanzees by spending 3 decades observing chimpanzees in their natural environment in East Africa. Next classification is participant and non-participant observation. Participant observation means where the observer is also involved in the group in which he is studying. ആരെയാണോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കൂടെ ഒബ്സർവറും കൂടെ ആ ഒരു വർക്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇസ് പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ. നോൺ പാർട്ടിസിപ്പൻറ്റ് മീൻസ് ഒബ്സർവർ ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പ് എന്നുള്ളതാണ്. ആൻഡ് നോൺ പാർട്ടിസിപ്പൻറ്റ് ആൻഡ് പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ തന്നെ അത് കവേർട്ട് ആവാം, ഒവേർട്ട് ആവാം. കവേർട്ട് മീൻസ് ഡിസ്ഗൈസ്ഡ് ആൻഡ് ഒവേർട്ട് മീൻസ് അൺഡിസ്ഗൈസ്ഡ്. കവേർട്ട് ഒബ്സർവേഷൻ മീൻസ് where the participants are unaware that you are being observed. നമ്മൾ പാർട്ടിസിപ്പൻ്റ് ആയിട്ടായാലും നോൺ പാർട്ടിസിപ്പൻ്റ് ആയിട്ടായാലും അവിടെ ആരെയാണോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അവർക്ക് അറിയത്തില്ലായിരിക്കും നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുവാണെന്ന്. അതിനെയാണ് കവേർട്ട് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഒവേർട്ട് ഒബ്സർവേഷൻ അല്ലെങ്കിൽ overt observation അല്ലെങ്കിൽ അൺഡിസ്ഗൈസ്ഡ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പാർട്ടിസിപ്പൻസ് ആർ aware that they are being observed. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ നോൺ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ ആണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിലും രണ്ട് കേസിലാണെങ്കിലും അവർക്കറിയാമായിരിക്കും അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളത്. Next classification is structured and unstructured observation. Structured is also known as systematic observation. Structured or systematic observation എന്ന് പറയുമ്പോഴത്തേക്കും you observe the person അല്ലെങ്കിൽ the person's behavior or an event based on a predefined plan അല്ലെങ്കിൽ characteristics or criteria of observation well defined ആയിരിക്കും, അഡ്വാൻസ് ആയിട്ട് തന്നെ. അതിനെയാണ് structured observation എന്ന് പറയുന്നത്. Unstructured observation take place without any predetermined അല്ലെങ്കിൽ predefined ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലാതെ ആയിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെന്നുള്ളത്. Next is the advantages of observation method. It is very simple to follow and most popular and straightforward way to get data. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ വളരെ റെലവൻ്റ് ആയിട്ട് നമുക്ക് ഉള്ള ഡേറ്റ എളുപ്പം കിട്ടാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയാം. ലിറ്റിൽ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് നീഡഡ്. നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒബ്സർവേഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള നോളജ് ഒന്നും ആവശ്യമില്ല. ഡേറ്റ ഇസ് മോർ ആക്യുറേറ്റ് ദാൻ സെൽഫ് റിപ്പോർട്ടിംഗ്. ഒരാൾ അയാളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് അയാൾ സ്വയം പറയുന്നതിനേക്കാട്ടിലും, ദാറ്റ് ഇസ് സെൽഫ് റിപ്പോർട്ടിംഗ്, അതിനേക്കാട്ടിലും വളരെ ആക്യുറേറ്റ് ആയിരിക്കും അയാളുടെ ബിഹേവിയർ നമ്മൾ ഒബ്സർവ് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യുന്നതിന്. ആൻഡ് എംപ്ലോയ്ഡ് ബൈ ഓൾ ആൻഡ് സോ ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇസ് മോർ വൈഡ് സ്പ്രെഡ്. എല്ലാവരും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ വെറൈറ്റി ഓഫ് സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. അതുകൊണ്ട് അതിന് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ളൊരു യൂസ് ഉണ്ട്. യൂസ്ഫുൾ ഫോർ ഇൻഫൻസ് ഓർ ആനിമൽസ് who cannot verbally express their feelings or activities. നമുക്ക് കൊച്ചുകുട്ടികളിലും അതുപോലെ ആനിമൽസിൻ്റെയൊക്കെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒബ്സർവേഷൻ വളരെ യൂസ്ഫുള്ളാണ്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് പീപ്പിൾ നോട്ട് വില്ലിംഗ് ടു പ്രൊവൈഡ് വേരിയസ് ഇൻഫർമേഷൻ അബൌട്ട് ദംസെൽസ്. അപ്പം അവരറിയാതെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് തരാനായിട്ട് താല്പര്യം കാണത്തില്ല. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും നമുക്ക് ഒബ്സർവേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കും. Moving on to the disadvantages of observation method, it might occur without the observer present and might not happen even if the observer is always present. ഒബ്സർവേഷൻ മെത്തേഡിൽ ഒബ്സർവർ അവിടെ ഒബ്സർവ് ചെയ്തിരിക്കുമ്പോൾ ഇറ്റ് ഇസ് എ വെരി ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ ചില സാഹചര്യത്തിലെങ്കിലും നമ്മൾ ഒബ്സർവർ പ്രസൻ്റ് ആയിരിക്കുമ്പോൾ ആ ബിഹേവിയർ പാർട്ടിസിപ്പൻ്റ് കാണിക്കണമെന്നില്ല. അതേസമയം നമ്മളില്ലാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ ആ ബിഹേവിയർ കാണിച്ചു തന്നിരിക്കും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒബ്സർവ് ചെയ്യാതെ പോവുകയും ചെയ്യും.
ആൻഡ് മോർ മണി ആൻഡ് ടൈം ആൻഡ് എനർജി ഈസ് നീഡഡ്. അതായത് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. കൂടുതൽ എനർജിയും കൂടുതൽ പൈസയൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരും. ആൻഡ് ക്യാൻ മേക്ക് ദ ഒബ്സർവർ ആൻഡ് ദ ഒബ്സർവ്ഡ് ലെസ് ഇൻട്രസ്റ്റഡ് ഇൻ കണ്ടിന്യൂയിങ് ദ ഒബ്സർവേഷൻ പ്രൊസീജിയർ. ഒരുപാട് സമയം നമ്മൾ ഒരു കാര്യം ഒബ്സർവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളതിൽ ഡിസ്ഇൻട്രസ്റ്റഡ് ആകുകയും അതിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ നമുക്ക് കിട്ടാതെ വരികയൊക്കെ ചെയ്യാം. നമ്മളുടെ ആ ഒരു ഇൻട്രസ്റ്റ് കുറയുന്നതനുസരിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളും ആക്യുറേറ്റ് ആകണമെന്ന് ഇല്ല. ഡ്രോയിങ് മീനിങ് കൺക്ലൂഷൻസ് ഇസ് ചാലഞ്ചിങ്. അതായത് ഒബ്സർവേഷൻ മെത്തേഡിൽ ഈ പറയുന്ന ക്വാളിറ്റേറ്റീവായിട്ടും ഒക്കെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് അതിൽ നിന്നൊരു മീനിങ് കൺക്ലൂഷനിൽ എത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. റിലേറ്റീവ് നേച്ചർ ഓഫ് സോഷ്യൽ ഫിനോമിന ആൻഡ് ദ ഒബ്സർവേഴ്സ് ഓൺ ബയാസ്. നമ്മളൊരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യലായിട്ടുള്ളൊരു ഫിനോമിനയാണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ അതിന് റിലേറ്റീവ് ആയിട്ടുള്ളൊരു നേച്ചറുണ്ട്. ഓരോ സാഹചര്യത്തിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഡേറ്റയെ എഫക്റ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ബിലീഫും നമ്മുടെ ഒപ്പീനിയൻസും ഒക്കെ തന്നെ ഒരു ഒബ്സർവേഷനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. സോ ഒബ്സർവേഴ്സ് ബയാസ് ഓൾവേസ് കം ഇൻ ടു ഒബ്സർവേഷൻ. ദ ആക്ട് ഓഫ് ഒബ്സർവേഷൻ ഇറ്റ് സെൽഫ് മേ ഡിസ്റ്റോർട്ട് ദ ഫിനോമിന. സപ്പോസ് ദ പാർട്ടിസിപ്പൻസ് ആർ അവെയർ ദാറ്റ് ദേ ആർ ബീങ് ഒബ്സർവ്ഡ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ബിഹേവിയർ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ആരെങ്കിലും നോക്കുന്നതെന്ന് കണ്ട് നമ്മുടെ നാച്ചുറൽ ബിഹേവിയർ ഉണ്ടാവണമെന്ന് ഇല്ല. സോ ഇറ്റ് ക്രിയേറ്റ്സ് ഇറ്റ് സെൽഫ് എ ഡിസ്റ്റോർട്ടഡ് അല്ലെങ്കിൽ ഇനാക്യുറേറ്റ് ഇൻഫർമേഷൻ എന്നുള്ളത്. ഒബ്സർവേഴ്സ് ഇൻകോമ്പിറ്റൻസ് മേ എഫക്ട് ദ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഒബ്സർവേഷൻ. ഒബ്സർവ് ചെയ്യുന്ന വ്യക്തിയുടെ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ഒരേപോലെ ഒബ്സർവേഷൻ സ്കില്ല് ഉണ്ടാവണമെന്ന് ഇല്ല. അപ്പം ഒരാളുടെ ഒബ്സർവേഷൻ സ്കില്ലനുസരിച്ച് സ്റ്റഡിയിൽ കിട്ടുന്ന ഡേറ്റയുടെ വാലിഡിറ്റിയും റിലയബിലിറ്റിയും ഒക്കെ മാറും. നോട്ട് ഓൾ ഇവൻറ്റ്സ് ക്യാൻ ബി സ്റ്റഡീഡ് ബൈ ഒബ്സർവേഷൻ. ഒരാളുടെ മെൻറ്റൽ തിങ്കിങ് അല്ലെങ്കിൽ ഇമോഷൻസ്, ഫീലിങ്സ്, വാട്ട് വൺ ഇസ് തിങ്കിങ് ഇൻ എ സിറ്റുവേഷൻ, ഇതൊന്നും നമുക്ക് ഒബ്സർവേഷൻ വഴി സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഒബ്സർവേഷൻ മെത്തേഡ്. താങ്ക് യു.